ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. വളരെയധികം ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ലഡ്ഡു ആണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെറുപയർ ലഡ്ഡു തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ലഡ്ഡു എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ലഡ്ഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 200 ഗ്രാം ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചെറുപയർ നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറുപയർ ആദ്യം തന്നെ നന്നായിട്ട് കഴുകണം. അതിനുശേഷം അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് മാറ്റിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് പയർ വറുത്തെടുക്കാം. ഈ ചെറുപയർ നന്നായിട്ട് വറുത്ത് ഇതിൻ്റെ കളറെല്ലാം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഈ ചെറുപയർ നന്നായിട്ട് വറുത്ത് ഒരു ബ്രൗണിഷ് ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്ക് പയർ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചെറുപയർ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചെറുപയറിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ ചെറുപയർ പൊടിച്ചു കഴിയുമ്പോൾ ചെറിയ തരികളോടെയാണ് പൊടിച്ചെടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറുപയർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ചെറുപയർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം കേട്ടോ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കാഷ്യൂ നട്ട്സ് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉണക്കമുന്തിരിയും നന്നായിട്ട് വറുത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്യിൽ ഒരു 2-3 മിനിറ്റ് നേരം ചെറുപയർ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ചെറുപയർ പൊടി ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഞാനിത് ഒരു 3 മിനിറ്റ് നേരം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് ചിരകിയ നാളികേരമാണ്. ചിരകിയ നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിനും അതുപോലെ തന്നെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ നാളികേരത്തിന്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി അതിലെ ജലാംശമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ലഡു തയ്യാറാക്കി എടുക്കുമ്പോൾ കേടുകൂടാതെ ലഡു ദിവസങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് 7 ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡുവിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ലഡുവിൻ്റെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. ശർക്കരപ്പാനി നമുക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടത്. നമുക്ക് ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാം. ശർക്കരയാകുമ്പോൾ നമ്മുടെ ലഡു നല്ല ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഈ ശർക്കരപ്പാനിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അരിച്ചിട്ട് വേണം എടുക്കേണ്ടത്. ഉരുക്കി അരിച്ചെടുത്ത് ഈ ശർക്കരപ്പാനി ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനും ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ശർക്കരപ്പാനി ഈ മിക്സ്ചറിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഈ മിക്സറിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് ബോളായിട്ട് കിട്ടണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ബോൾസ് ആക്കി പിടിക്കാൻ പാകത്തിനുള്ള അളവിൽ വേണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ഒക്കെ ഇതുപോലെ വെച്ച് കൊടുത്ത് ലഡു ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് ലഡുവിന്റെ ഷേപ്പിൽ നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യത്തെ ലഡു വളരെ പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലഡ്ഡൂസ് എല്ലാം റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ലഡു മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുപയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഈ രീതിയിൽ ലഡു തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. അപ്പോൾ എല്ലാവരും ചെറുപയർ ഉപയോഗിച്ച് ഈ രീതിയിൽ ലഡു തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.